ലൈംഗിക പീഡന പരാതിയിൽ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിനെ തെളിവുകൾ കൈമാറി പരാതി നൽകുന്നു. ഇപ്പോൾ പരാതി DGPയുടെ പക്കലിലേക്ക് ഔദ്യോഗികമായി എത്തിയിരിക്കുന്നു. തുടർ നടപടിയിൽ ഉടൻ തന്നെ ഉണ്ടാകും. ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കും, അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ള വിവരമാണ് നമുക്ക് വരുന്നത്. എന്നാൽ ഒരിക്കൽ പോലും ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഇത് തന്റെ ഓഡിയോ ആണെന്നോ അല്ലെന്നോ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഈ വിവാദം പുറത്തു വന്നപ്പോൾ ഹൂ കെയർസ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. ആ മറുപടി നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയർസ്? നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയർസ്? അതാണ് എപ്പോഴും ഹൂ കെയർസ് എന്നുള്ളൊരു മനോഭാവമാണ് എന്നൊക്കെയുള്ളത്. ഇതിനു മുൻപ് പരാതിയുമായി രംഗത്തേക്ക് വന്ന ഒരു നടി പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. അതേ വാചകം തന്നെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ഒരിക്കൽ കൂടി കാണുകയായിരുന്നു. ലൈംഗിക ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം യുവതിയുടെ ഒരു ഓഡിയോ പുറത്തു വന്നു. സ്ക്രീൻഷോട്ടുകളും ഓഡിയോകളും പുറത്തു വന്നിട്ടും ഇത് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഓഡിയോ നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കുന്നു. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടം. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവല്ലോ, എനിക്കൊരു സമയം എന്താ എന്ന് പറഞ്ഞു. എന്റെ 3 ദിവസമായിട്ടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് ഇവളുടെ കൂടാണ് നീ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്താ അതിനെ പറ്റി ബോധരാകുന്നത്? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം വിളിക്കാൻ വയ്യാതിരിക്കാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിലേക്ക് മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യരുടെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എൻ്റെ അല്ലല്ലോ. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദ സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വാട്സാപ്പ് ചാറ്റുകളും പുറത്തു വന്നിരുന്നു. അതിൽ ഗർഭധാരണത്തിന് നിർബന്ധിച്ചു, ഒപ്പം തന്നെ ഗർഭഛിദ്രത്തിനും നിർബന്ധിച്ചു എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ശബ്ദിക്കുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനുശേഷവും എവിടെയാണ് പരാതി എന്നുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ആ പരാതി എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക്, DGPക്ക് മുന്നിലേക്ക്. തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.